ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് കേരളത്തിൽ. തിരുവനന്തപുരത്ത് 4ാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് അടുത്ത മാസം മുതൽ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകില്ലെന്ന് ഡൽഹി സർക്കാർ. റമദാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് രാജ്യത്ത് തുടക്കമായി. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറും ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി. ദുബായ് ഓപ്പൺ ടെന്നീസ് ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി ഓസ്ട്രേലിയയുടെ അലക്സി പോപ്രിൻ സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന 4ാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പരിപാടി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറും പരിപാടിയിൽ സന്നിഹിതനാവും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായി സംവദിക്കും. 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ജാംനഗറിലെത്തി. ജാംനഗറിലെ മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാരയും ഗിർ ദേശീയോദ്യാനവും പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ശ്രീ സോമനാഥ് ട്രസ്റ്റിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സാങ്കേതിക വിദ്യയുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ 49ാമത് സിവിൽ അക്കൌണ്ട്സ് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ 60 കോടി ഗുണഭോക്താക്കൾക്ക് സുതാര്യമായ സേവനം ഉറപ്പാക്കാനായെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ഈ മാസം 8 മുതൽ സംസ്ഥാനത്തെ എല്ലാ വഴികളിലൂടെയും ജനങ്ങൾക്ക് സ്വൈരസഞ്ചാരം ഉറപ്പാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ശ്രീ ഷാ അധ്യക്ഷനായി. കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള ആദ്യ ഉന്നതതല യോഗമാണിത്. രാജ്യത്ത് ഫെബ്രുവരിയിലെ മൊത്ത ചരക്ക് സേവന നികുതി സമാഹരണം 1.84 ലക്ഷം കോടി രൂപയായി. ഇതിൽ കേന്ദ്ര ജിഎസ്ടിയിൽ നിന്നുള്ള സമാഹരണം 35,204 കോടി രൂപയും സംസ്ഥാന ജിഎസ്ടി 43,704 കോടി രൂപയുമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 9.1% വർധനയാണിത്. ആഭ്യന്തര വരുമാനത്തിലും കഴിഞ്ഞ മാസം വർധന രേഖപ്പെടുത്തി. 10.2% വർദ്ധിച്ച് 1.42 ലക്ഷം കോടി രൂപയും ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം 5.4% വർദ്ധിച്ച് 41,702 കോടി രൂപയുമായി. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഈ മാസം 31 ശേഷം പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കില്ലെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി മൻജീന്ദർ സിംഗ് സിസ്ര. മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്രോൾ പമ്പുകളിൽ വാഹനങ്ങളുടെ പഴക്കം നിർണ്ണയിക്കുന്നതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം ഇത്തരം വാഹനങ്ങൾ നഗരത്തിലേക്ക് കടക്കുന്നത് തടയാൻ പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. जितने 15 साल पुराने व्हीकल हैं उन व्हीकल्स को 31 मार्च के बाद तेल देना बंद कर दिया जाएगा. हम अपने ऐसे गैजेट्स लगा रहे हैं पेट्रोल पंप के ऊपर जो लगभग 80% पेट्रोल पंप पर लग चुके हैं. 31 मार्च तक 100% पेट्रोल पंप से लग जाएंगे. उसके बाद 15 साल पुराने व्हीकल को हम आइडेंटिफाई करेंगे और उसको कोई फ्यूल नहीं मिलेगा. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മന ഗ്രാമത്തിലുണ്ടായ ഹിമപാതത്തിൽ നിന്ന് ഇതുവരെ 50 തൊഴിലാളികളെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. ബാക്കിയുള്ള 5 പേർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതേസമയം പരിക്കേറ്റ 4 തൊഴിലാളികളുടെ മരണം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. റമദാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് രാജ്യത്ത് തുടക്കമായി. ഇന്നലെ മാസപ്പിറവി ദൃശ്യമായതിനാൽ ഇന്ന് റമദാൻ 1 ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു.
ഇനി ഇസ്ലാം മതവിശ്വാസികൾക്ക് പ്രാർത്ഥനയുടെയും വ്രതശുദ്ധിയുടെയും നാളുകളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു റമദാൻ മാസാരംഭം. ഈ മാസത്തിന്റെ അവസാനമാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. ഈ മാസം 15 മുതൽ കൊച്ചിയിൽ നിന്ന് UAEയിലെ റാസ് അൽ ഖൈമയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുമെന്ന് വിമാനക്കമ്പനിയായ ഇൻഡിഗോ. ദിവസേനയുള്ള നോൺ സ്റ്റോപ്പ് സർവീസാണ് അവതരിപ്പിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച മിഡ് നൈറ്റ് മാരത്തൺ പത്തനംതിട്ടക്കാർക്ക് പുത്തൻ അനുഭവമായി. 6 വിഭാഗങ്ങളിലായി 700-ലധികം പേർ രാത്രി അബാൻ ജംഗ്ഷനിലെ നഗരസഭ ടൌൺ സ്ക്വയറിൽ ഒത്തുചേർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. രാത്രി എത്തുന്നതോടെ തിരക്കൊഴിയുന്ന നഗരമെന്ന പത്തനംതിട്ടയുടെ പതിവ് ശൈലി മാറ്റാൻ ജില്ലാ ഭരണകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് ലൈഫ് പദ്ധതിയുടെ മുന്നോടിയായ മിഡ് നൈറ്റ് മാരത്തണിൽ വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. ഇന്നലെ രാത്രി 10:30 ടൌൺ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച മാരത്തണിൽ വിജയികളായ ആദ്യ ടീം 16 മിനിറ്റിൽ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ താഴെവെട്ടിപ്പുറം വഴി 5.5 കിലോമീറ്റർ ദൂരം പിന്നിട്ട് തിരികെ ടൌൺ സ്ക്വയറിലെത്തി. വിദ്യാർത്ഥികൾ, യൂണിഫോം സർവീസ്, പുരുഷൻ, സ്ത്രീ, മിക്സഡ്, മുതിർന്ന പൌരന്മാർ എന്നിങ്ങനെ പല വിഭാഗങ്ങളിലായി 4 പേർ വീതമുള്ള ഓരോ സംഘങ്ങളിലായി തിരിച്ചാണ് മാരത്തണിൽ പങ്കെടുത്തത്. മാരത്തണുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറും ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ UK $2.8 ബില്യൺ യുക്രൈന് വായ്പയായി നൽകാനും ധാരണയായി. UKയുമായുള്ള സഹകരണത്തിലൂടെ യുക്രൈനിയൻ പ്രതിരോധ സേന കൂടുതൽ ശക്തമാകുമെന്ന് സെലൻസ്കി വ്യക്തമാക്കി. റമദാൻ മാസം ആരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിച്ച് ഇസ്രായേൽ. താൽക്കാലിക വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം ആദ്യഘട്ട വെടിനിർത്തൽ കരാർ ഇന്നലെ അവസാനിച്ചിരുന്നു. എന്നാൽ കരാറിന്റെ ആദ്യഘട്ടം നീട്ടിക്കൊണ്ട് കൂടുതൽ ബന്ദികളുടെ മോചനം ഉറപ്പാക്കാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശം ഹമാസ് നിരസിച്ചിരുന്നു. ദുബായ് ഓപ്പൺ ടെന്നീസ് ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, ഓസ്ട്രേലിയയുടെ അലക്സി പോപ്പറിൻ സഖ്യത്തിന് കിരീടം. ദുബായിൽ ഇന്നലെ നടന്ന പോരാട്ടത്തിൽ ഫിൻലൻഡ്, ഗ്രേറ്റ് ബ്രിട്ടൻ സഖ്യത്തെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. സീസണിലെ ഇന്ത്യയുടെ ആദ്യത്തെ ടൈറ്റിൽ വിജയമാണിത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 286 റൺസിന്റെ ലീഡ്. 4-ാം ദിനത്തിൽ കളി അവസാനിക്കുമ്പോൾ 2-ാം ഇന്നിംഗ്സിൽ വിദർഭ 4 വിക്കറ്റിന് 249 റൺസ് എന്ന നിലയിലാണ്. 1-ാം ഇന്നിംഗ്സിൽ വിദർഭ 379 നേടിയപ്പോൾ കേരളം 342 റൺസിന് പുറത്തായി. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ പോരാട്ടം സമനിലയിൽ അവസാനിച്ചു. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ മുംബൈ സിറ്റി മത്സരവും സമനിലയിൽ അവസാനിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരം 7:30 നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ FC ബംഗളൂരു FCയെ നേരിടും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് 9 വിക്കറ്റിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തി. ഇതോടെ ഡൽഹി പ്ലേ ഓഫിൽ ഇടം നേടി. തെലങ്കാനയിലെ തുരങ്കത്തിൽ അകപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തുരങ്കത്തിൽ അകപ്പെട്ട 8 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് തെലങ്കാന മന്ത്രി ജെ കൃഷ്ണറാവു. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 4 പേരെയും അടുത്ത 2 ദിവസത്തിനുള്ളിൽ ശേഷിക്കുന്ന 4 പേരെയും പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 8 പേർ തുരങ്കത്തിൽ അകപ്പെട്ടത്. വിഴിഞ്ഞം പദ്ധതി ജീവനോപാധി നഷ്ടപരിഹാരത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി സംസ്ഥാന സർക്കാർ 9.57 കോടി രൂപ അനുവദിച്ചു. പദ്ധതിയുടെ ഭാഗമായി നഷ്ടപരിഹാരം ഇതുവരെ ലഭിക്കാതിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് തുക അനുവദിച്ചത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. മാവോയിസ്റ്റുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് 4ാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് അടുത്ത മാസം മുതൽ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകില്ലെന്ന് ഡൽഹി സർക്കാർ. റമദാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് രാജ്യത്ത് തുടക്കമായി. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറും ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി. ദുബായ് ഓപ്പൺ ടെന്നീസ് ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, ഓസ്ട്രേലിയയുടെ അലക്സി പോപ്പറിൻ സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.